ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1199 മിഥുന മാസം 4-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം 28-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:38 നാളത്തെ തിഥി ദ്വാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:51 അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:56 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ ദിവസത്തെ തലക്കെട്ട് ചിത്തിര ചോതി എന്നുള്ളതായിരുന്നു. കാരണം ചിത്തിര നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 1:51 വരെ ഉണ്ടായിരുന്നു. ഒരു ദിവസം പകൽ സമയം 2 നക്ഷത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. അതുകൊണ്ടാണ് 2 നക്ഷത്രത്തിൻ്റെ പേര് വെച്ച് തലക്കെട്ട് ഇട്ടത്. നാളത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് പൂർണ്ണമായിട്ടും വന്നു ചേരുക. ചിത്തിര നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3:56 വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോതി നക്ഷത്രം ചൊവ്വാഴ്ച ദിവസവും എന്നുള്ളതാണ് തലക്കെട്ട്. അടുത്ത ദിവസം വിശാഖ നക്ഷത്രമാണ്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് 1-2 ദിവസം കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നെയും നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം പകൽ സമയം കൊണ്ട് അവസാനിക്കുന്ന രീതിയിലേക്ക് വന്നു ചേരും. നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം ചില സമയത്ത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. നാളത്തെ ചോതി നക്ഷത്ര സമയം ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:51 ചോതി നക്ഷത്രം ആരംഭിക്കുന്നത്. ചോതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:56 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണ്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:56 കഴിഞ്ഞാൽ പിന്നെ വിശാഖ നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. വിശാഖ നക്ഷത്രം ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രമായിട്ടാണ് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്രപ്രകാരമുള്ള സർവൈശ്വര്യ പൂജ ചൊവ്വാഴ്ച ദിവസം രാവിലെയാണ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ്. ഭൂതം അഗ്നിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം നീർമരുതാണ്. രാഹുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്ര ജാതകരുടെ ജനനം രാഹു ദശയിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് പുരോഗതി ഇഷ്ടപ്പെടുന്നവരാണെന്നാണ്. അതായത് മറ്റാരുടെയും പിന്തുണയില്ലാതെ സപ്പോർട്ടില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് ജീവിതത്തിൽ പുരോഗതി നേടുവാൻ 27 നക്ഷത്രങ്ങളിൽ പെട്ട ഏക നക്ഷത്രമാണ് ചോതി നക്ഷത്രം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവരിൽ സത്യവും ന്യായവും വിനയവും ഉള്ളതുകൊണ്ടാണ് ഇവർക്കിങ്ങനെ ഒരു ചിന്താഗതി വന്നു ചേരുന്നത്. സ്വന്തം പുരോഗതി കൊണ്ട് ജീവിത പുരോഗതി നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവരിൽ വന്നു ചേരുന്നത്. മാത്രമല്ല ഏത് കാര്യത്തെക്കുറിച്ചും അവർ വിവേചിച്ചറിയുവാൻ, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നിരീക്ഷിച്ച് അതിൻ്റെ യഥാർത്ഥമായ ഉള്ളടക്കം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തിയും ഇവർക്കുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് ഇവർക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഇവരോട് സഹായം അഭ്യർത്ഥിക്കുന്നവരെ ഇവർ സഹായിക്കുകയും ചെയ്യും. നല്ല സുഹൃത്തുക്കളാകുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാപട്യക്കാരെ ചിലപ്പോൾ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ വൈകിയായിരിക്കും അറിയുന്നത്. അങ്ങനെയുള്ള ഒരു ദോഷം ഇവരിൽ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും എല്ലാവരുമായിട്ട് ഇടപഴകുവാൻ നല്ല മനസ്സുള്ളവരും നല്ലതുപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെ സഹകരിക്കുന്നവരുമാണെന്നാണ് ജ്യോതിഷം ചോതി നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. ചോതി നക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് ബന്ധുഗുണം, സൽസന്താന ഭാഗ്യം, സമ്പത്ത്, സൗന്ദര്യം, സ്വഭാവഗുണം, വാക്കുകളിൽ മിതത്വം. ചുമ്മാതെ ആവശ്യമില്ലാതൊന്നും സംസാരിക്കില്ല. ഏതൊരു കാര്യവും ആലോചിച്ചതിന് ശേഷമേ സംസാരിക്കുകയുള്ളൂ. ഭർത്തൃഭക്തി, ഭർത്താവിനോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാകും. കുടുംബാംഗങ്ങളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, സ്നേഹ ബഹുമാനങ്ങൾ ഒക്കെ ഉള്ളവരാണ് ചോതി നക്ഷത്ര സ്ത്രീകൾ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അനിഴം, കാർത്തിക, മൂലം, ഉത്രാടം, രോഹിണി, മകയിരം, ആയില്യം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്ന് പറയുന്നു. അനിഴം, കാർത്തിക, മൂലം, ഉത്രാടം, രോഹിണി, മകയിരം, ആയില്യം
എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ചോദ്യ നക്ഷത്ര ജാതകർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം രാഹു ദശാകാലമാണ്. രാഹു ദശാകാലത്തു കൂടിയാണ് ചോതി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. രാഹു ദശാകാലം 18 വർഷമാണ്. അപ്പോൾ 18 വർഷത്തെ രാഹു കാലം ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ വ്യത്യസ്തമായ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. രാഹു നിൽക്കുന്ന സ്ഥാനം അനുസരിച്ചൊക്കെ ആയിരിക്കും ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ രാഹുവിൻ്റെ സ്വാധീനം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ നേട്ടം വന്നു ചേരുക അല്ലെങ്കിൽ കോട്ടം വന്നു ചേരുക. ഇപ്പോൾ രാഹു 18 വർഷമാണെങ്കിൽ ഒരു 15 വർഷമൊക്കെ ഏകദേശം രാഹു സ്വാധീനിക്കും. അതായത് ഒരു 15 വയസ്സ് വരെ ഒക്കെ രാഹുവിൻ്റെ സ്വാധീനമുണ്ട്. രാഹു ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് നല്ല വിദ്യാഭ്യാസത്തിൽ കൂടിയൊക്കെ നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയും. വിദ്യാഭ്യാസത്തിൽ കൂടി മുന്നോട്ട് വരുവാൻ കഴിയും. വിദ്യാഭ്യാസത്തിൽ താല്പര്യമുണ്ടാകും, പഠിക്കുവാനുള്ള മനസ്സുണ്ടാകും, പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കും. എന്നാൽ രാഹു അനിഷ്ടസ്ഥിതിയാണെങ്കിലോ പഠിക്കുന്ന കാര്യം ഓർത്തിരിക്കത്തില്ല, പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരും, താല്പര്യക്കുറവ്, അതുപോലെ തന്നെ പഠനത്തിൽ മികവ് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ, എന്തിനും ഏതിനും തടസ്സം, മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, മാതാപിതാക്കൾ പലതരത്തിലുള്ള അരിഷ്ടതകളും പ്രയാസങ്ങളും, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈ രാഹുവിൻ്റെ ദശാകാലം തീരുന്ന എപ്പോഴാണോ ആ സമയം വരെ ഉണ്ടാകും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാലയളവിലായിരിക്കും ദശാകാലം വന്നു ചേരുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് 15 വയസ്സ് വരെ ഉണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം രാഹു അനിഷ്ട സ്ഥാനത്താണെങ്കിൽ മോശമായ സാധാരണ ഒരു വിദ്യാഭ്യാസ രീതിയിലും രാഹു ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസവും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി പറഞ്ഞു തരുവാനുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ രാഹുവിൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദശാകാലം വ്യാഴ ദശാകാലമാണ്. അപ്പോൾ 15 വയസ്സ് വരെ ഒരു കുട്ടിക്ക്, ചോതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് രാഹു ദശാകാലമാണെങ്കിൽ പിന്നീടുള്ള 16 വർഷം വ്യാഴ ദശാകാലമാണ്. അപ്പോൾ 31 വയസ്സാകും. ഈ വ്യാഴ ദശാകാലമാണ് ഈ ചോതി നക്ഷത്ര ജാതകരെ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ സ്വന്തം പ്രയത്നത്താൽ അധ്വാനത്താൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നത്. കാരണം ചോതി നക്ഷത്ര ജാതകരുടെ നല്ല പ്രായത്തിൽ നല്ല ഒരു ദശാകാലമാണ് വന്നു ചേരുന്നത് വ്യാഴ ദശാകാലം. വ്യാഴ ദശാകാലം കൊണ്ട് ഒരുപാട് നേട്ടം, ധനപരമായ നേട്ടം, ഈശ്വരഭക്തി, അപ്പോൾ ബുദ്ധിപരമായ നേട്ടം, ബുദ്ധി വളർച്ച, ബുദ്ധി വികാസം, അങ്ങനെ ഏത് കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിയാനുള്ള കഴിവ്, ഇതെല്ലാം വ്യാഴമാണ് കൊടുക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദശാകാലമാണ് ഈ ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അവരെ മറ്റുള്ളവരോട് സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടാക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക, ബുദ്ധിശക്തി, നിരീക്ഷണ പാടവം, സത്യസന്ധത, വിനയം, ഇതെല്ലാം വ്യാഴം കൊടുക്കുന്നു. അപ്പോൾ വ്യാഴം ചോതി നക്ഷത്ര ജാതകൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജാതകരുടെ ജീവിതത്തിൽ ഇഷ്ടഭാവത്തിലാണെങ്കിൽ നിൽക്കുന്നെങ്കിൽ ഒരു ശുഭഗ്രഹമല്ലേ. ശുഭഗ്രഹം ഗ്രഹനിലയിൽ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ മാത്രമല്ല ഈ വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വരാനും പാടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കേന്ദ്രാധിപത്യം വരാതെ വ്യാഴം ശുഭഫലത്തെ കൊടുത്താൽ തീർച്ചയായിട്ടും ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതം ഉയർന്ന നിലയിൽ, അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്ന നിലയിൽ അവർ എത്തിച്ചേരും. അപ്പോൾ അതാണ് എൻ്റെ ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം അവരുടെ ജീവിതത്തിലെ നല്ല സമയത്ത് ഒരു തൊഴിലൊക്കെ അഭ്യസിച്ച് അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടിയ യോഗ്യതകളൊക്കെ കരസ്ഥമാക്കി ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദശാകാലമാണ് വ്യാഴ ദശാകാലം. അപ്പോൾ ആ വ്യാഴ ദശാകാലമാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? വിനയവും സത്യവും ന്യായവും പരിശ്രമവും ഉത്സാഹവും താല്പര്യവും ബുദ്ധിവികാസവും ഒക്കെ കൊടുക്കുന്നത് വ്യാഴമാണ്. അപ്പോൾ അത് അങ്ങനെ വന്നു ചേർന്നാൽ ഇവർ രക്ഷപ്പെട്ടു. 31 വയസ്സുകൊണ്ട് ഇവർ ഏകദേശം ഒരു രക്ഷയുണ്ടാകും. ഇവരുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര നേട്ടവുമായിരിക്കും. മാതാപിതാക്കൾക്ക് ധനം കൊണ്ടുള്ള നേട്ടം, ധനപരമായ നേട്ടം, മാതാപിതാക്കൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഒക്കെ വിജയിക്കും. ആ കുഞ്ഞ് ജനിച്ചത് അവരുടെ ഭാഗ്യത്തിനായിരിക്കും ചിലപ്പോൾ. എന്നാൽ ചോതി നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തെ കൊണ്ടുള്ള ഗുണവശങ്ങളെക്കുറിച്ച് ജ്യോതിഷം മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നുണ്ട്. ചോതി നക്ഷത്ര ജാതകർ ചിലപ്പോൾ ഈ വ്യാഴം അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ ഒരു പാപഗ്രഹത്തെ പോലെ ദോഷം ചെയ്ത് അവർക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കി കൊടുക്കുന്നതല്ല എന്നും പറയുന്നുണ്ട്. അതാണ്, ഒരു ശുഭഗ്രഹം ലഗ്നാൽ കേന്ദ്രഭാവത്തിൽ നിൽക്കാത്ത പക്ഷം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ചോതി നക്ഷത്ര ജാതകർക്ക് വളരെ ദോഷം ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വ്യാഴം എന്ന ശുഭഗ്രഹം അവിടെ പാപഗ്രഹമായി മാറി ഈ ചോതി നക്ഷത്ര ജാതകർക്ക് യാതൊരുവിധ ഗുണങ്ങളും കൊടുക്കത്തില്ല. എന്നാൽ ജ്യോതിഷം അവിടെ വീണ്ടും പറയുന്നു, ഈ വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത
ദശാകാലം എന്ന് പറയുന്നത് ശനി ദശാകാലമാണ്. ആ ശനി ദശാകാലം ഇവർക്ക് വ്യാഴം കൊടുക്കുന്നതിലുപരിയായിട്ട് ശുഭഫലത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചോതി നക്ഷത്ര ജാതകർക്ക് 31 വയസ്സ് കഴിഞ്ഞാൽ 19 വർഷം ശനി ദശാകാലമുണ്ടെങ്കിൽ ഈ 19 വർഷവും ശനി എന്ന് പറയുന്ന പാപഗ്രഹം ഒരു ശുഭഗ്രഹത്തെ പോലെ ശുഭഫലം കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കാരണം അവിടെ ഈ ശനി ഒരു പാപഗ്രഹം നിൽക്കുന്നതായ സ്ഥാനത്ത് നിന്നാൽ പോലും ശുഭഗ്രഹം കൊടുക്കുന്നതായ ഫലത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ 19 വർഷവും ശനിയുടെ ഇഷ്ടസ്ഥാനസ്ഥിതി കൊണ്ട് ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ വ്യാഴദശാകാലം അനുകൂലമാണെങ്കിൽ അവർക്ക് നല്ല ജോലിയും നല്ല പൊസിഷനും അവരുടെ മാതാപിതാക്കൾക്ക് മെച്ചപ്പെട്ട ധനസ്ഥിതിയും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദശാകാലം കൂടി ശനി ദശാകാലം കൂടി ശോഭനമായാൽ ഈ ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള കാലമൊക്കെ അവർക്ക് അഭിവൃദ്ധിയുടേതായ ഒരു കാലമായി മാറും എന്നാണ് ജ്യോതിഷം അവിടെ പറയുന്നത്. അപ്പോൾ 31, 9, 40, 40, 10, 50 വയസ്സ് വരെ ഇവർക്ക് നല്ല കാലമാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും ഇവർക്ക് ശുഭഫലത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ശുഭനും ഇവർക്ക് ശുഭഫലത്തെ കൊടുത്തു കഴിഞ്ഞാൽ ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതം നല്ല നിലയിൽ എത്തിച്ചേരും. 50, 17, 67 വയസ്സുകൊണ്ട് ഇവർ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതാണ് ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു നേട്ടം. അപ്പോൾ ചില കൂറുകാർക്ക് ചില ഗ്രഹങ്ങൾ പാപഫലത്തെയും ചില ഗ്രഹങ്ങൾ ശുഭഫലത്തെയും കൊടുക്കും. അതൊക്കെ ജ്യോതിഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതപ്പോൾ ഓരോരുത്തരുടെ ഫലം പറയുമ്പോൾ അതൊക്കെ നോക്കിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് ചില ശുഭഗ്രഹം പാപഫലത്തെ കൊടുക്കും, ചില പാപഗ്രഹം ശുഭഫലത്തെയും കൊടുക്കും. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 67 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കേതു ദശാകാലമാണ് 7 വർഷം, 67, 74ആയി. 20 വർഷം ശുക്രദശാകാലം 94ആയി. 6 വർഷം സൂര്യദശാകാലം 100ആയി. പിന്നെ ഇവർക്ക് 10 വർഷം ചന്ദ്രദശാകാലം 110, 7 വർഷം കുജദശാകാലം അങ്ങനെ 117. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് എങ്ങനെയാണെന്നും അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലായല്ലോ. അപ്പം ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ചോതി നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ അവർ ഉയർന്ന നിലയിൽ ആണ് എത്തിച്ചേർന്നിരിക്കുന്നതെങ്കിൽ, ഉയർന്ന നിലവാരത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ ഓരോ ദശാകാലവും അവർക്ക് അനുകൂലമായ ഫലങ്ങളെ കൊടുത്തതുകൊണ്ടാണ് അവർക്ക് നേട്ടമുണ്ടായത്. അതുപോലെ തന്നെ ഒരു ചോതി നക്ഷത്രത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളോ ആരെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഗതിയും ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവരുടെ ദശാകാലത്ത് വ്യാഴവും ഒന്നും കൊടുത്തില്ല, രാഹുവും ഒന്നും കൊടുത്തില്ല, ശനിയും ഒന്നും കൊടുത്തില്ല, ബുധനും ഒന്നും കൊടുത്തില്ല. അപ്പോൾ അതാണ് അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തത്. ആ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷം പഠിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നാളത്തെ നക്ഷത്ര ദിവസം ചോതി നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നു എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. വീണ്ടും അത് ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം ചോതി നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് രോഹിണി, ആയില്യം, അത്തം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഹിണി, ആയില്യം, അതുപോലെ തന്നെ അത്തം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, ശുഭദിനമല്ല. ചൊവ്വാഴ്ച ദിവസം ഒരുപാട് പേര് അല്ലെങ്കിൽ പലരും എല്ലാവരും പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാത്തൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. പാപഗ്രഹത്തിൻ്റെ ദിവസമാണെങ്കിൽ പോലും
ബുധനാഴ്ച ദിവസം നമ്മൾ സ്വീകരിക്കും, വ്യാഴാഴ്ച സ്വീകരിക്കും, വെള്ളിയാഴ്ച സ്വീകരിക്കും, ശനിയാഴ്ച സ്വീകരിക്കും, ഞായറാഴ്ച സ്വീകരിക്കും. എന്നാൽ ചൊവ്വാഴ്ച ആരും അത്ര താല്പര്യം കാണിക്കാത്ത ദിവസമാണ്. എന്നാൽ ചൊവ്വാഴ്ച ദിവസം മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ജ്യോതിഷം ശുഭസമയം വേർതിരിച്ച് തന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:38 മുതൽ 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:38 മുതൽ 3:08 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനിയും സംഖ്യാജ്യോതിഷത്തെക്കുറിച്ച് ചിന്തിക്കാം. സംഖ്യാജ്യോതിഷം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 18 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 9 വരും. ഏതൊരു മാസത്തെ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9. അപ്രകാരം 9 ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർ കടും ചുവപ്പ്, നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അവർ ആഗ്രഹിക്കുന്നവർ തന്നെ കൂടുതൽ മെച്ചപ്പെട്ടതായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും, നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. അവിടെ ഒരു മുൻഗണന സംഖ്യാജ്യോതിഷം കൊടുക്കുന്നു. പേരിൽ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ ഇടയായിത്തീരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത്. 2024 ജൂലൈ മാസം 20, 21 എന്നീ തീയതികളിൽ ശ്രീകാളഹസ്തി ക്ഷേത്രം, ആന്ധ്രാപ്രദേശ്, ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ഞാൻ രാഹുകേതു ദോഷ പരിഹാര പൂജയ്ക്കായി പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ പൈസ അയച്ചു തരിക, അല്ലെങ്കിൽ ആദ്യമായിട്ട് പേര് തരിക. പോകുന്നതിന് 2 ദിവസം മുമ്പോ 1 ദിവസം മുമ്പോ ഒക്കെ പണം അയച്ചു തരിക. 2000 രൂപയാണ് ചിലവ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷത്താൽ ജീവിതത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്തവർ അവർ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ വാവു സംബന്ധിച്ചുള്ള ദോഷവശങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കും പൂജയിൽ പങ്കുചേരാം. ഞാൻ അത് പ്രമാണിച്ചാണ് ഈ തീയതി സെലക്ട് ചെയ്ത് പോകുന്നത്. ഈ അമാവാസിയും പൗർണമിയൊക്കെ ചിലരുടെ ജീവിതത്തിലൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കൊടുക്കുന്ന അനുഭവപ്പെടുന്ന നക്ഷത്രജാതകരുണ്ട്. അവരെ കേന്ദ്രീകരിച്ചും കൂടെയാണ് ഈ ടൈം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ രാഹുകേതു ദോഷപരിഹാര പൂജയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ദോഷങ്ങൾക്കുള്ള പൂജയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ 2000 രൂപയാണ് അതിൻ്റെ ഫീസ്. അത് താല്പര്യമുള്ളവർ, നിർവാഹമുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ പേരും മേൽവിലാസവും രൂപയും അയച്ചു തന്നാൽ അവർക്ക് വേണ്ടി പൂജ ചെയ്ത് അവിടുന്ന് കിട്ടുന്നതായ കുങ്കുമം, അതായത് കുങ്കുമാർച്ചനയിൽ കൂടി കിട്ടുന്ന കുങ്കുമം ഞാൻ കൊറിയറായിട്ട് അയച്ചിരുന്നതാണ്. നാളിതുവരെ ഞാൻ മുഖാന്തരം ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പൂജ ചെയ്തവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് യാതൊരു ദോഷവും വന്നിട്ടില്ല. 1000 രൂപ തന്നിട്ടുള്ളവർക്ക് 50,000 വരെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. പല വിധത്തിൽ അവർക്ക് ആ പൈസ നേട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ജ്യോതിഷത്തിൽ കൂടി ഉപദേശം കൊടുക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പറയുന്നു. ചിലർ പറയുന്നു ഇന്ന് ഇത് ചെയ്താൽ നാളെ രാവിലെ നിങ്ങൾ കോടീശ്വരനാകുമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ആരോടും പറയത്തില്ല. മഹാദേവൻ അങ്ങനെ ചെയ്യത്തുമില്ല. മഹാദേവൻ ഒരു പക്ഷെങ്കിൽ ഈ പൂജ ചെയ്തൊരു വ്യക്തിയെ പരീക്ഷണത്തിൽ കൂടി കടത്തി വിട്ടായിരിക്കും അവർക്ക് നന്മ കൊടുക്കുന്നത്. അവർക്ക് നല്ലതാണ് കൊടുക്കുന്നത്. ജീവിതത്തിൽ വാരിക്കൊരു മഹാദേവൻ കൊടുക്കും. ചിലപ്പോൾ ആദ്യം പരീക്ഷണമായിരിക്കും. അത് നമ്മൾ മഹാദേവൻ്റെ കാര്യവും പാർവതീദേവിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ നമുക്കും പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. അതിന് ശേഷമായിരിക്കും നമുക്കൊരു വലിയ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് കാര്യവും ബുദ്ധിപൂർവം ചെയ്യണം. നമ്മൾ ഏത് കാര്യവും ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ മഹാദേവനെ ആശ്രയിക്കുന്നത്. അല്ലാതെ നമ്മൾ ജോലി ചെയ്യാതിരുന്നിട്ടോ കഷ്ടപ്പെടാതിരുന്നിട്ടോ ധനം വന്നു ചേരട്ടെ, എൻ്റെ സമയനേട്ടം കൊണ്ട് ധനം വന്നു ചേരട്ടെ, മഹാദേവൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിൽ ധനം വന്നു ചേരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത്. അത് തെറ്റാണ്. കഷ്ടപ്പെടണം. ഞാൻ എല്ലാവരോടും പറയുന്നത് കഷ്ടപ്പെടണം. രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന പണം 1 രൂപ പോലും നഷ്ടപ്പെടാതെ ആ 1 രൂപ കൊണ്ട് വീണ്ടും 2 രൂപ ഉണ്ടാക്കുന്ന വിധത്തിൽ മഹാദേവൻ അനുഗ്രഹിക്കണമെന്ന് തീർച്ചയായിട്ടും മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ അങ്ങനെയാണ് അനുഗ്രഹിക്കുക. അല്ലാതെ
എൻ്റെ സമയം നല്ലതാണ്, എനിക്ക് പോരട്ടെ, മഹാദേവൻ തരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നമ്മൾ കഷ്ടപ്പെടണം, അധ്വാനിക്കണം. നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടണമെങ്കിൽ മഹാദേവൻ രോഗസൗഖ്യം തരും. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് വേണ്ടിയതെങ്കിൽ നിങ്ങൾ നല്ലപോലെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കഷ്ടപ്പെടുക. അപ്പോൾ ചോദിക്കും, ഇങ്ങനെ കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് മഹാദേവൻ്റെ അനുഗ്രഹം എന്തിനാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണം യാതൊരു കാര്യങ്ങൾ കൊണ്ടും, അതായത് യാതൊരു വിധത്തിലും അത് അനാവശ്യമായി ചെലവഴിച്ച് പോകാതെ അത് പൂർണ്ണമായിട്ടും ആ ജീവിതത്തിലേക്ക്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമൃദ്ധിയുടേതായ അനുഭവം കൊടുക്കണം. ചിലർ പറയും, എന്തുമാത്രം രൂപ വരുന്ന, എന്തുമാത്രം പൈസ കൈ വരുന്ന, ഒരു രൂപ പോലും എടുക്കാനില്ല. എന്താണ് കിട്ടുന്നതെല്ലാം പാഴായിട്ട് പോവുകയാണ്. പക്ഷേ ജീവിതത്തിൽ മഹാദേവൻ്റെ നാമത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മഹാദേവൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം കൊടുക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രൂപ കൊണ്ട് നിങ്ങൾ സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ളൊരു കഴിവാണ് നിങ്ങൾക്ക് മഹാദേവൻ തരുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഉപദേശം ഇങ്ങനെയാണ്. അല്ലാതെ നാളെ രാവിലെ നിങ്ങൾ കോടീശ്വരനാകുമെന്നോ നാളെ ലക്ഷപ്രഭു ആകുമെന്നും പറഞ്ഞ് ഞാൻ ആരോടും മഹാദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്യാൻ ഞാൻ പറയത്തില്ല. നമ്മൾ ഏത് കാര്യവും, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇത്ര വർഷത്തേനാണ് വായ്പ എടുത്തെന്നും ഇത്ര വർഷം കൊണ്ട് അത് അടച്ചു തീർക്കണമെന്നും നമുക്കിപ്പം അതിൻ്റേതായ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ ജീവിക്കണം. അപ്പോൾ അങ്ങനെ ജീവിച്ചാൽ മഹാദേവ എൻ്റെ കടങ്ങൾ എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റണം, എനിക്ക് സഹായിക്കണം, മഹാദേവൻ എനിക്ക് അതിനുള്ള വഴിയും പാലും തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മഹാദേവൻ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം തന്ന് നമുക്ക് ആ കടം വീട്ടിയെടുക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ സമയം ഇപ്പം മോശമാണ്, ഞാൻ ഒന്നിനും പോയാൽ വിജയിക്കത്തില്ല എന്ന് പറയരുത്. നമ്മൾ പ്രതികൂലമാണെങ്കിലും പ്രതികൂലങ്ങളിൽ പൊരുതുക, മഹാദേവൻ കൂടെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മഹാദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ സകലവിധ പ്രശ്നങ്ങളും മാറും. ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് കഷ്ടതയോ പ്രയാസമോ വന്നാൽ പോലും മഹാദേവൻ പിന്നീട് നിങ്ങൾക്ക് വാരിക്കോരി സമൃദ്ധിയാണ് തരുന്നത്. ചിലപ്പോൾ ഒരു വർഷമെടുക്കും, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 2 വർഷം കൊണ്ട് കിട്ടും. മഹാദേവൻ തരുന്നത് വാരിക്കോരി സമൃദ്ധിയാണ് തരിക. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് തരിക. അല്ലാതെ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയത്തില്ല നാളെ രാവിലെ പൂജ ചെയ്താൽ മറ്റന്നാൾ നിങ്ങൾ കോടീശ്വരനാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ പറയുന്ന ആളുമല്ല. ഇനിയും നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതകന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, പിതാവിനെ കൊണ്ടും മാതാവിനെ കൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടമാണ്. സ്ത്രീ മുഖേന അല്ലെങ്കിൽ ഭർത്താവ് മുഖേന, ഭാര്യ മുഖേനുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസമാണ്. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. പിതാവ് മുഖേന ധനം വന്നു ചേരാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് കടമായി വായ്പയൊക്കെ കിട്ടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലരൊക്കെ നാളത്തെ ദിവസം കടബാധികളാൽ രോഗം, ദുഃഖം, പ്രയാസം, കടബാധികളാൽ ഭാരപ്പെടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലർക്ക് നാളത്തെ ദിവസം അലസത, നേത്രരോഗം, സൽചിന്താഗതി കുറവ്, അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചോളം പൂർണ്ണമായി തൃപ്തികരമായ ഒരു ദിവസമല്ല. തൊഴിൽപരമായ നേട്ടം ഒഴികെ ബാക്കിയുള്ള പല കാര്യങ്ങളും തിക്താനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായിട്ടുള്ള ശത്രുതകളും പ്രയാസങ്ങളും അവരെ വേദനിപ്പിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണ്. വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്ര നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഓരോന്നോരോന്നായി നാളത്തെ ദിവസം ജീവിതത്തിൽ വന്നാലും മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവശങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇത്രയുമാണ് മിഥുനക്കൂറിൻ്റെ നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ തൃപ്തികരമായ അനുഭവം വന്നു ചേരണമെന്നില്ല. തൊഴിൽപരമായ നേട്ടം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ. തൊഴിലിടങ്ങളിൽ അവർ മറ്റുള്ളവരുടെ ബഹുമാനം ഏറ്റുവാങ്ങുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവർക്ക് ദൈവാധീനം ഉള്ളൊരു ദിവസമാണ്. എങ്കിലും മാതാവുമായി ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി സംബന്ധിച്ചും ഉള്ള അല്ലെങ്കിൽ സ്വത്ത് സംബന്ധിച്ചതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് തിക്താനുഭവം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ ഒരു കാര്യത്തിൽ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. മറ്റുള്ള കാര്യങ്ങളൊക്കെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി ധനസ്ഥിതി മാത്രം മെച്ചമല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏകദേശമായി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം ധനപരമായ നേട്ടം സാധാരണ രീതിയിൽ തന്നെ പോകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പ്രശസ്തിയും ധനസമൃദ്ധിയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വലിയ അധ്വാനം കൂടാതെ തൊഴിലിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. നേട്ടങ്ങളുടെ നല്ല അനുഭവങ്ങൾ വരുന്ന ഒരു ദിവസമാണ് എങ്കിൽ പോലും പിതാവും ആ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുമെങ്കിലും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ദോഷമായിട്ട് വന്നു ചേരുവാനിടയുള്ളത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ്, ഭാഗ്യക്കേടുകളാണ്. ഇതൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതികൂലമായി ബാധിക്കും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാഗ്യക്കേടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ നാളത്തെ ദിവസം അവരെ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. മാതാവ് മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങളോ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ഭാഗ്യക്കേടുകളോ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖ കുറവ് വരും, ദാമ്പത്യ ജീവിത സുഖക്കുറവ് വരും, ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, പല കാര്യങ്ങളിലും തിക്താനുഭവം ഉണ്ടാകും, കലഹമുണ്ടാകും, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, രോഗങ്ങൾ ശല്യം ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ഇതിന് വിപരീതമായി നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നാളത്തെ ദിവസം തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അല്ലെങ്കിൽ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രധാനമായിട്ട് അവരുടെ 7ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. പക്ഷേങ്കിൽ ചൊവ്വ അതിൻ്റെ സ്വക്ഷേത്രമായ മേടൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ജനിച്ച സമയത്ത് ചൊവ്വ ഇഷ്ടഫലത്തെ ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് പാപഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നാളത്തെ ദിവസം ദോഷവശങ്ങൾ വന്നു ചേരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പേർക്ക് നല്ല അനുഭവങ്ങളും കുറച്ച് പേർക്ക് തിക്താനുഭവങ്ങളും ആയിരിക്കും നാളത്തെ ഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനിടം കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏകനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. ശത്രുതയൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല നാളത്തെ ദിവസം. എന്നാൽ നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ തിക്താനുഭവങ്ങളായി മാറുവാനും പിതാവിൻ്റെ സ്ഥിതി മോശമാകുവാനും സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. മാതാവിൻ്റെ സ്ഥിതി മുഖേനയുള്ള നഷ്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ശരീരത്തിൽ മുറിവ് ചതവുകൾ, വീട് വിട്ട് മാറി താമസം, അതുപോലെ തന്നെ അലസത, കാര്യപ്രാപ്തി കുറവ്, അങ്ങനെ തിക്താനുഭവങ്ങൾ വന്നു ചേരാം. അപ്പോൾ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം സമ്മിശ്രമായ ഗുണാനുഭവങ്ങൾ, ചിലർക്ക് നല്ല അനുഭവങ്ങൾക്കും ചിലർക്ക് മോശമായ അനുഭവങ്ങളും ആയിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകദേശം അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായും വലിയ നേട്ടമുള്ള ദിവസമല്ല. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ തൃപ്തികരമായ ഒരു ദിവസമല്ല. മാതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടവും ഒക്കെ ഏറെക്കുറെ അനുകൂലമായി പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. എന്നാൽ ചിലരൊക്കെ നാളത്തെ ദിവസം ക്ഷിപ്രകോപത്തിലകപ്പെട്ട് അത് മുഖേന മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ആൺമക്കളാൽ ഖേദകരമായ അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ കടന്നു വരുന്നത് മൂലം ക്ഷിപ്രകോപം വന്നു ചേർന്ന് പെട്ടെന്ന് കോപിയായി തീർന്ന് അല്ലെങ്കിൽ കോപം വന്നു ചേർന്ന് പല കാര്യങ്ങളും ദോഷമായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അത് മുഖേനമുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മനോദുഃഖത്തിനും മാനഹാനിക്കും ഒക്കെ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടത്തിനൊപ്പം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മൂലം അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ നേട്ടം വന്നിരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനസ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായി ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമാണ് ഏറ്റവും എടുത്തു പറയത്തക്ക വിധത്തിലുള്ള നേട്ടം. അപ്പോൾ ഇപ്രകാരമുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരാനിടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖം, ധനപരമായ നേട്ടം ചിലർക്കൊക്കെ അനുകൂലമാണ്. ചിലർക്കൊക്കെ ഇക്കാര്യത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. ധനം കടം വാങ്ങിക്കേണ്ട സാഹചര്യം വരും. ചിലർ മോശമായി പെരുമാറുന്നൊരു ദിവസമായിരിക്കും. നീച സ്വഭാവം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. മാനസികവും ശാരീരികവുമായ ക്ലേശവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവത്തിൽ വന്നു ചേരും. ചിലർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. അങ്ങനെ പല വിധത്തിലുള്ള ദോഷവശങ്ങൾ ചിലരുടെ ജീവിതത്തിൽ കടന്നു വരാം. ചിലർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങളും കടന്നു വരും. അങ്ങനെ സമ്മിശ്രമായ ഗുണാനുഭവങ്ങൾ നാളത്തെ ദിവസം ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മഹാദേവ, ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളെയും മഹാദേവൻ അനുഗ്രഹിക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ദുഃഖത്തിലും ദുരിതത്തിലും ആയിട്ടുള്ളവരുണ്ട്. അവരെല്ലാം മഹാദേവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.